ഹായ് ഹലോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇങ്ങനെ ഒരു പാൽ കപ്പയും പിന്നെന്താ ചെമ്മീൻ റോസ്റ്റും ആയിട്ടൊരു വീഡിയോ ഞാനും വരുമ്പോഴും കൂടെ ഞങ്ങളുണ്ടാവും. നല്ല രസമാട്ടോ. അപ്പം ആരും കണ്ണു കെട്ടായിരിക്കട്ടെ. അപ്പം ചുമ്മാ ഞങ്ങൾ വരുമ്പോൾ ഇങ്ങനെ കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് ചെമ്മീൻ ഉണ്ടായിരുന്നു, ഇവിടെ കപ്പ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടൊരു ചെറിയൊരു എന്താ പറയുക കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ ഞങ്ങൾക്കൊക്കെ. അപ്പോൾ അത് എഡിറ്റിംഗ് ഇല്ലാതെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരണം. എല്ലാവരും കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയാം കേട്ടോ. അപ്പോൾ ഇവിടെ വന്നാൽ രസമാണ്. അല്ലാത്ത സമയത്ത് നമ്മൾ ഒറ്റയ്ക്കാണ്, ഒരു എന്താ പറയുക ഭയങ്കരമായിട്ടൊരു ഒറ്റപ്പെടലാണ്. അപ്പോൾ അവിടെ കുക്കിംഗ് ക്ലാസ് കിച്ചണിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. മോൻ അവിടെ എന്താ ചിക്കൻ ചുക്ക ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നാളെ ഞങ്ങൾ ഒരു ദിവസം ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അവനക്കത് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് അവൾ പറഞ്ഞു കൊടുക്കുന്നത്. എന്തായി അതാ ഓക്കെ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക. ബോറടിക്കുന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവുക. ബോറടിക്കണില്ലെങ്കിൽ നിങ്ങളുടെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അതിന് കമൻറ്റ് താഴെ കൊടുക്കുക. പിന്നെ ബാക്കിയുള്ളതൊക്കെ വീഡിയോയിലുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ കാണാം. ഓക്കെ. അപ്പം ഞങ്ങൾ ഇന്ന് സ്പെഷ്യലായിട്ട് എന്താ ഉണ്ടാക്കാൻ പോകുന്നത് റസ്ലിയ? പാൽക്കപ്പയും ചെമ്മീൻ റോസ്റ്റ്. പാൽക്കപ്പയും ചെമ്മീൻ റോസ്റ്റും ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത്. ചെമ്മീൻ ഞങ്ങൾ കുറച്ച് വാങ്ങിയിട്ടുണ്ട്. ഞങ്ങളിന്ന് ഫുൾ കറങ്ങലിലായിരുന്നു, അമ്മായിയും മരുകളും കൂടെ കൂടിയിട്ട്. നിങ്ങൾക്ക് സംശയങ്ങൾ പലതും ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അതൊക്കെ നമുക്ക് ഇങ്ങനെ പകുതിയിട്ട് തീർത്ത് തരുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കറക്കൊക്കെ കഴിഞ്ഞ് വന്ന് ഞങ്ങൾ വരുമ്പം ചെമ്മീൻ മേടിച്ചിട്ട് വന്നു. അപ്പോൾ ഓൾറെഡി ഇവിടെ കുറച്ച് കപ്പ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കപ്പ ഞങ്ങൾ ചെറുതാക്കിയിട്ട് രാത്രിക്ക് ഇതാക്കാം. നല്ല കട്ടൻ ചായ ശർക്കര ആയിട്ടല്ലേ, അങ്ങനെ വിചാരിച്ചിരിക്കണം, ശർക്കര ചായ. അപ്പോൾ ഞങ്ങൾ ഇത് സ്റ്റാർട്ടിങ് തുടങ്ങും കേട്ടോ. ഞാൻ നിസ്കാരം കഴിഞ്ഞിട്ടുള്ളൂ. ഇവിടെ നിസ്കാരം കഴിഞ്ഞ് വന്നതാണ് മരുവ്. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് ഓതിയിട്ട് വരാം. അപ്പോഴത്തേന് ചെമ്മീൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇതിൽ തന്നെ എടുക്കുന്നുണ്ട്. ചെറിയൊരു വ്ളോഗായിട്ട് ചെയ്യണം വിചാരിച്ച്. ഞങ്ങളെ കാണിക്കുന്നില്ല, ഓക്കെ. നിങ്ങൾ ഇങ്ങനെ കാണിക്കും അല്ലേ? ഓക്കെ. അതന്നെ എന്ന് നമ്മളല്ലേ കാണുന്നത്. അപ്പോൾ ഞങ്ങൾ സ്പെഷ്യൽ ഫുഡൊക്കെ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കും കേട്ടോ എൻ്റെ മരുകൾ. ഞാൻ നാവ് തട്ടിയാ. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ തുപ്പിയതാട്ടോ. അപ്പോൾ അതൊക്കെ ഞങ്ങൾ പിന്നീട് കാണിക്കും അല്ലേ, ഫുഡൊക്കെ അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ട്. ഇപ്പോഴത്തെ ഇത് അങ്ങനെയാണ്ട് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ വീഡിയോ ഉദ്ദേശിക്കുന്നില്ല, പക്ഷേ അങ്ങനത്തെ വ്ളോഗ് ചെയ്യണം ഇടയ്ക്കൊക്കെ. ഞങ്ങൾ രണ്ടാളും വേണ്ടിയപ്പോൾ പുറത്ത് പോയിട്ട് നിങ്ങൾ ചെയ്യുന്നതായിരിക്കും. നല്ല നല്ല വ്ളോഗൊക്കെ വെയിലിറക്കിയിട്ട് കേട്ടോ. ഇപ്പം മഴക്കാലല്ലേ. പിന്നെ ഇപ്പം നമ്മളത് ഒരു സംഭവം സസ്പെൻസ് ആയിട്ട് നമ്മളെ ഷോപ്പിൽ തുടങ്ങാൻ പോകുന്നുണ്ട്. അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഞങ്ങൾ വരണമായിരിക്കും. അപ്പോൾ അതന്നെ ഒരു പാടുണ്ടാവും. ഓക്കെ. ഇല്ലെങ്കിൽ അത് പീസാക്കി കണ്ടേ പിന്നെ ഇത് മിക്സിയിലിട്ട് കണ്ട് അടിച്ചാൽ മതി. അപ്പോൾ പാലെടുക്കണം. യെസ്. തേങ്ങാപ്പാൽ പിഴിയാൻ വേണ്ടിയിട്ട് തേങ്ങ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ തേങ്ങ വേറെ പൊട്ടിച്ചിരുന്നോ? ഒന്നുമില്ലല്ലോ. അതാണ് അത് ഇതിൽ വെച്ചിട്ട് ചേർക്കാം. എന്നാൽ പച്ചത്തേങ്ങ എടുത്തൂടെ? പച്ചത്തേങ്ങ ചെയ്യണേൽ മതി. തേങ്ങ ഒന്നും പൊട്ടിക്കാത്ത പൊട്ടിക്കുന്നു. മിക്സിയിൽ അങ്ങനെതാ തേങ്ങാപ്പാൽ പിഴിയാൻ വേണ്ടി തേങ്ങ മിക്സിയുടെ പാത്രത്തിലേക്ക് കഷ്ടപ്പെട്ടാകും എൻ്റെ പെരുമാറ്റം. ഇനി നഷ്ടപ്പെട്ടത് അതല്ല, അതിൻ്റെ എല്ലാം സത്തുകൾ ഞങ്ങൾ എടുക്കാൻ പോവാണ്. ഞങ്ങളെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ കണ്ടാൽ നിങ്ങൾ നെട്ടിപ്പോകും മക്കൾ, നെട്ടിപ്പോകും. എന്താണെന്ന് ചോദിക്കണം. കാണിക്കുന്നില്ല. അടക്കടി പറയുമ്പോൾ എല്ലാം പറയണേ. ഞങ്ങൾ മിക്സി പുതിയ സ്വിച്ചാട്ടാ ഇതേ മേടിച്ചിട്ടാണ് നമ്മളെ ഫ്ലാസ്ക് എന്തിനു വെച്ചതെന്ന് കുറച്ചോണേ. പുതിയ സാധന ഞാൻ അതിങ്ങനെ മൂടി വെക്കുന്നല്ലേ. പിന്നെ തളപ്പിച്ച് വെള്ളം വെക്കണം. അതുകൊണ്ട് നല്ല നെക്കി കൊടുത്തോളൂ. അതിൻ്റെ റസിൽ പിഴിയുന്നുണ്ടാൽ പറ്റാമ കൊടുക്കില്ല. അങ്ങനത്തെ പിഴിച്ചിലൊക്കെ തേങ്ങാപ്പാൽ എടുക്കൽ സിസ്റ്റം അവിടെ നിന്ന് കഴിഞ്ഞു. അപ്പോഴത്തേന് ഞങ്ങൾ കുക്കർ കാക്കാതെ ചീന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട് കേട്ടോ. പാവും കേട്ടോ. പിന്നെ ഞങ്ങൾ ഈ സംഭവം എന്താണെന്നറിയോ, ഞങ്ങൾ അടുപ്പട്ട പ്രസ്റ്റീജിൻ്റെ ഇൻഡക്ഷൻ കുക്കറാണ് മൂടി വെച്ചതാ. സ്പേസിലിടോ, അതാണ് ഇങ്ങനൊരു സ്പേസ് ഉണ്ടായി. അങ്ങനെ കടുക് ഞങ്ങൾ ഇന്ന് കഴിഞ്ഞു പോയി. ഇനിയിപ്പോൾ വണ്ടിയിട്ട് പോകാമെന്ന് പറഞ്ഞാൽ രണ്ടാൾക്കും മതി.
ഇതാണ് വണ്ടി പഠിച്ചാലുള്ള കാര്യം. അപ്പോൾ ഇതാ വെളുത്തുള്ളി, സബള, ചെറിയ ഉള്ളി ഐറ്റംസൊക്കെ മുറിക്കാൻ പോകണം. ടമാറ്റോ ഉണ്ട്, 2 ഉള്ളൂ. മതിയോ? മതിയോ? മതി. 3 പച്ചമുളക്. ഓരോന്നും വേണ്ട, ഞങ്ങൾ 2 മനുഷ്യന്മാരേ ഉള്ളൂ. ഇത് ഞങ്ങളെ പഴയ മിക്സി കേട്ടോ. ഈ മിക്സിനെ പറ്റി പറയാൻ ഒരുപാടുണ്ടായിരുന്നു, പിന്നെ ഞാൻ നിർത്തി വെച്ചാണ്. കാരണം എന്താണെന്നറിയോ, പ്രീതി എന്ന് കണ്ടപ്പോൾ, പ്രീതി നല്ല കമ്പനിയാണല്ലോ. അപ്പോൾ അങ്ങനെ ഇതിപ്പോൾ അടുത്ത് വാങ്ങിയതാണേ. 6 റുപ്യ അതിനും കൊടുത്തു. അങ്ങനെ ഇത് സാധനം വാങ്ങി ഒന്നിനും ഇതാ നിങ്ങൾ കൺട്രോളും ഉണ്ടോ. പറ്റിക്കുമ്പോൾ പറ്റിക്കണതിനൊക്കെ പരിധിയൊക്കെ വേണം. ഇത് CO+ എന്നുള്ളത് ആരും ശ്രദ്ധിക്കില്ല, പ്രീതി എന്നുള്ളത് മാത്രമേ ശ്രദ്ധിക്കുള്ളൂ, പ്രത്യേകിച്ച് വീട്ടമ്മമാരൊക്കെ. അപ്പം അത് നല്ല സാധനമാണെന്ന് വിചാരിച്ച് നമ്മൾ വാങ്ങി കുടുങ്ങി. 10 പൈസക്ക് പാകമില്ലാതെ ശവം പോലെ അത് അവിടെ കൂട്ടിയിട്ടിരിക്കണേ. ഒരു ഉപകാരമില്ല. മിക്സിയും കണക്ക് തന്നെ, ജാറും കണക്കാണ്. ജാറ് പറ്റപ്പോക്ക് 3 എത്രയോ പ്രാവശ്യം ബ്ലേഡ് മാറ്റി. അതുപോലെ തന്നെ ഒരു ഏറ്റവും സ്മൂത്തായിട്ടുള്ളതാണ് നമ്മളെ പഴം. അതുപോലെ എന്താ അതിൻ്റെ പേരെന്താ, അവക്കാട. ഞങ്ങൾക്ക് സ്ഥിരമായിട്ട് അവക്കാട ജ്യൂസാണ് ഞങ്ങളുടെ അടുത്ത് ഉണ്ടാവുക. അതെന്ന് പറഞ്ഞാൽ പഴുത്ത് കഴിഞ്ഞാൽ മാവ് പോലെയാണ്. അതുപോലും ഇതിലടിക്കാൻ പറ്റില്ല. ചെറിയ ജാറൊക്കെ എന്നോ ഞാൻ മാറ്റി ഒഴിവാക്കി വെച്ചാണ് ഈ സാധനമൊക്കെ. 10 പൈസക്ക് പറയില്ല. അങ്ങനെയാണ് ഇപ്പോൾ ആ മിക്സി മേടിക്കേണ്ടി വന്നത്. അപ്പോൾ അറിയണവരാരെങ്കിലാണെങ്കിലും ഈ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഈ സാധനം ഉപയോഗിക്കണം കേട്ടോ. അതൊക്കെ പറ്റിക്കപ്പെടുന്നതാണ്, ശ്രദ്ധിച്ചോളൂ. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് കാണിക്കുന്നത്. എന്താ കുശുബു, എന്താ പറയുക, പൂവാക്കിഴങ്ങിൻ്റെ നാടൻ കുശുബു, നാടൻ മണം വരുന്നുണ്ട്. ഓക്കെ, അതാണ് സവാള പളപള. അപ്പോൾ പാൽക്കപ്പം ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. അതടി ഉപ്പാണ് കേട്ടോ, ഉപ്പ് പഞ്ചസാര അങ്ങനെ തെറ്റി കഴിക്കും ഞാൻ. കല്ലുപ്പാണ്, നല്ല മണം തരുന്നത്. ഉണക്കമുളക്, കറിവേപ്പില, ചെറിയ ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, ഈ വക ഇട്ട്. കടുകില്ല, അതാണ് കടുക് രാത്രിയിൽ അയൽവാസിയിൽ വാങ്ങാൻ പാടില്ല. ഞങ്ങളെല്ലാവരും അയൽവാസിൽ നിന്നും വലിയ ആൾക്കാരായിട്ടില്ല, വാങ്ങലൊന്നുമില്ല. ഉണ്ടാക്കി വയ്ക്കില്ലെങ്കിൽ കടയിൽ പോയി വാങ്ങുന്നില്ല. ഉണ്ടായിട്ടുള്ളതുകൊണ്ട് ചെയ്യും. അതൊക്കെ തന്നെ എന്ന് വെച്ചിട്ട് അങ്ങോട്ടും കൊടുക്കലും വാങ്ങലില്ല. ഇല്ല ഒക്കെ ഉണ്ട്. രാത്രി പിന്നെ വാങ്ങാൻ പോയിട്ടുണ്ടെങ്കിൽ കടുക് ഉപ്പും അല്ലേ വാങ്ങാൻ പോയാൽ അവർക്കതൊരു വിഷമമാവും. അപ്പോൾ അത് കാരണം നമ്മൾ സൂപ്പർ മാർക്കറ്റ് അടുത്ത് തന്നെയാണ്. പക്ഷേ വെള്ളം നീന്തിയിട്ട് വേണം വണ്ടിയിട്ട് പോകണമെങ്കിലും പോകാനാ മടിയായിരിക്കും. വണ്ടിയൊക്കെ മൂടിച്ച് ഇപ്പം ഇനി എടുക്കൂല. ഇനി നാളെ രാവിലെ ഞങ്ങൾ കടയിൽ പോകുമ്പോഴേക്കും അല്ലേ. യാ അപ്പോൾ ഇനി ഇതാ കപ്പ ഇടാൻ വേണ്ടി പോകുന്നു. അത് ഞാൻ പറഞ്ഞതായിരുന്നു, പാൽക്കപ്പ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല വേറെ. അപ്പോൾ പറഞ്ഞ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും. അതേപോലെ നമുക്ക് ഇന്ന് ചെമ്മീൻ റോസ്റ്റും പാൽക്കപ്പ ഉള്ളൂ. പിന്നെ ഞങ്ങൾക്ക് ധാരാളം. പിന്നെ ഞങ്ങൾക്ക് രാവിലെ ബീഫും ചിക്കനൊക്കെ നല്ല രസമല്ല. ബീഫ് അടിപൊളി, ബീഫാണ് അടിപൊളി. പക്ഷെ അങ്ങനെ പറയിട്ടില്ല മതിനെ എന്തുകൊണ്ടാണ് ഗതികേടുണ്ട്. ചിക്കനും ബീഫും ഇല്ലാത്തതുകൊണ്ട് പാവങ്ങൾക്ക് ജീവിക്കണല്ലോ അല്ലേ. അപ്പോൾ ഞങ്ങൾ ചെമ്മീൻ വെച്ച് റോസ്റ്റ് ആക്കിയിട്ട് അണ്ടടിക്കും, അത്രേ ഉള്ളൂ. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കല്ലേ ഇങ്ങനെയൊക്കെയാണ്. അപ്പം എന്തായാലും ഞങ്ങൾ ടേസ്റ്റ് ഉണ്ടോ ഇല്ല എന്നൊക്കെ ലാസ്റ്റ്. അതെ നല്ല ഉടക്കടിയുണ്ട്. ഞങ്ങൾ നല്ല ഇങ്ങനെ മത്തി ആ കയ്യിലേക്ക് അടിച്ചു വെക്കും. നമ്മളത് തിരിച്ചാൽ മതിയായിരുന്നു. ഓക്കെ അൽഹംദുലില്ലാ തുമ്മൽ വന്നു. അത് റഹ്മത്ത്. അപ്പം നമ്മളെ തേങ്ങാപ്പാൽ അത് കട്ടിയല്ലേ, ഒഴിച്ചോളാം അവിടെ. അത് നല്ലതാണ്. എടുത്ത് വെച്ച് തേങ്ങാപ്പാലാണ്. അപ്പോൾ അതിൻ്റെ വെള്ളം മാറിയിട്ട് അതിൻ്റെ പൾപ്പ് കൊണ്ട് നല്ല രീതിയിൽ കട്ടായിരിക്കണം. അപ്പോൾ അത് ഐസ് പോലെയിരിക്കും. അപ്പോൾ ഞാൻ അതിൽ ഇടാൻ പറഞ്ഞു. ഞാൻ എടുത്ത് വെച്ചാൽ കണക്കാണ്. ഇതൊക്കെ മക്കളെ സുന്ദരിയാവാൻ വേണ്ടിയിട്ട് ഓരോരുത്തർ മുഖത്ത് കിടക്കും. അപ്പോൾ അത് മുഖത്ത് കഴിക്കണം എടുക്കും, ഞാൻ എടുക്കും. അതെ ഒന്നും ഞങ്ങൾ കളയാറില്ല. പച്ചമുളക് ഒഴിക്കും. പച്ചമുളക് കഴിക്കാൻ ഞങ്ങൾ ഒന്നും തിന്നല്ല, മുഖത്ത് ഇങ്ങനെ കുറുകാൻ പോവാണ് കേട്ടോ. അപ്പം ഇതിങ്ങനെ കുറുക്കുമ്പോൾ ഇത് ഇതാവില്ല, കുഞ്ഞൊന്നും പോവില്ല. അപ്പം ഇതവിടെ ഇങ്ങനെ കട്ടെ കുറുകി ഇരിക്കട്ടെ. ഓക്കെ ചെമ്മീൻ
കൊഞ്ചില്ലേ, കൊഞ്ചെന്നല്ലേ പറയാം, കൊഞ്ചിന്നും പറയും, ചെമ്മീനെന്നും പറയും, പറയും. പ്രോൺസ് എന്ന് പറയും. അത് ഞങ്ങളിതാ അത്യാവശ്യം അത്യാവശ്യം കുഴപ്പമില്ല. നല്ല ഞങ്ങൾ വരുമ്പോൾ ഒരു എന്നാ മാങ്ങാട്ടില്ലേ, മാങ്ങാട്ടി മാങ്ങാട്ടിൽ നിന്നാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അവിടെ വലിയ വലിയ ചെമ്മീനൊക്കെ ഉണ്ട് കേട്ടോ. കുറേ ദിവസമായിക്കണേ ചെമ്മീൻ തിന്നണം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കത്തി വേണ്ട, സ്പീഡില്ല. ഓക്കെ. അപ്പോൾ ഒന്നും പറയണ്ട കേട്ടോ. ഏയ് തലമലാണ് ആകെ ഉള്ളത്. അതിമൊരു സാധനം ഉണ്ടാവും, ഒരു കാട്ടം പോലത്തെ, അതൊന്ന് തുപ്പിച്ച് കളഞ്ഞു. കളയണ്ടെന്ന് പറഞ്ഞു. എന്നാൽ വിദ്യാഭ്യാസം കൂടുതൽ തരാം. തലച്ചോറാണ് അതിൻ്റെ തലച്ചോറ് കളഞ്ഞ് ചെറുതിൽ കളഞ്ഞ ടേസ്റ്റ് പോയി തരാം. ഇവിടെ തന്നെ നൂല് വലിക്കാം. നൂല്. അപ്പോഴേക്കും എൻ്റെ മകൻ കോൾ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ നിസ്കരിച്ച് വരാം. നിങ്ങൾ വർത്താനം ഇതുമായിട്ട് നിൽക്കും. റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഞാൻ വരാം. ഓക്കെ ഓക്കെ. ചിക്കനപ്പം കഴുകിയിട്ടൊന്നും ചെയ്യേ? ഇല്ല, കൊടുന്നിട്ടാ വെച്ചിട്ടുള്ളൂ. മകനാണ് കേട്ടോ മോനെ. കുക്കിംഗ് വീഡിയോ ആണ് ഇവിടുന്ന് കൊടുക്കുന്നു, ഓൺലൈൻ വീഡിയോ കൊടുക്കൂടെ. ഇന്ന് ഒരു ഉച്ചയ്ക്ക് കറി വെക്കാൻ വേണ്ടിയിട്ട് വിചാരിച്ചതാട്ടാ. അപ്പം ഞങ്ങൾ കറങ്ങാൻ പോയി. അത് പാവം ഇങ്ങനെ കറി ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പം ഞങ്ങൾ ഇവിടെ ഈ സംഭവം ചെയ്യാൻ പോകട്ടോ. എന്താ റോസ്റ്റ് ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാൻ പോകട്ടോ. ഞങ്ങൾ ഇതിൽ നിന്നൊക്കെ മാറുണ്ടോ, ഞങ്ങളൊക്കെ പാവങ്ങളാണ്. ഇപ്പം ചിക്കൻ പോട്ടെ, ഉലുവ ആദ്യം ഇട്ടു. ഫ്രോസനാ സെല്ലു? അപ്പം ചീര കിട്ടും. നമ്മളെ എണ്ണ നമുക്ക് ഇത്ര വേണം മകളെ. പോട്ടെ. വെളിച്ചെണ്ണ കുറച്ച് ഇത്തിരി കൂടിയോ എന്നൊരു സംശയം. അവിടെ കിടക്കട്ടെ. ഇതോടോ ഇത് നമ്മളെ തേങ്ങ വെളിച്ചെണ്ണ ആക്കിയാണ് കേട്ടോ. തേങ്ങ വെളിച്ചെണ്ണ ആക്കിയാന്ന് പറഞ്ഞാൽ എന്താ പറയുക, അതൊക്കെ കഴിഞ്ഞ് 3 ലിറ്റർ വെളിച്ചെണ്ണ ഉണ്ടായിരുന്നു. അത് 3 ലിറ്റർ ഒന്നല്ല, 5-6 ലിറ്ററൊക്കെ കിട്ടും. പക്ഷെ അത് എന്താണെന്നറിയാം, കൊണ്ടുപോകാൻ നേരെ കഴിഞ്ഞു. അപ്പം അതങ്ങനെ ഇന്ന് ഉണങ്ങിപ്പോയി. അപ്പോൾ വെയിറ്റ് കുറഞ്ഞു. നമ്മൾ അതങ്ങോട്ട് കൊടുത്തിട്ട് ഇതിങ്ങോട്ട് വാങ്ങിയതാട്ടോ. റിസ്ക് എടുക്കാനും നിന്നിട്ടില്ല. അപ്പോൾ അതാ അത്യാവശ്യം അത് മൂത്ത് വന്നപ്പോൾ ഉള്ളി, സബള, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക് എല്ലാം കൂടെ ഒന്നിച്ചിട്ടിട്ടുണ്ട്. ഇനി ഇത് മൂത്ത് വരുമ്പോൾ മണം വരുമ്പോൾ ടൊമാറ്റോ ഇടും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് ഇവിടെ പാസും കൊടുക്കുന്നുണ്ട് തോളും. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ. ഇറച്ചി കഷ്ണം കുഞ്ഞു കുഞ്ഞാക്കിയാൽ മതി, എല്ലാം മുറിക്കാൻ പറ്റൂലെങ്കിൽ. അങ്ങനെ രണ്ട് എന്താണ് പറയാ, 2 ആളുകളും അല്ല 2 തക്കാളി ഇടാൻ പോണു. എന്താണ് നമ്മളിതിൻ്റെ പേര്? ചിക്ക ഇല്ല, ചിക്കൻ കിച്ചണ് കിട്ടുന്നില്ല. 2 കിച്ചണാണ് കേട്ടോ. ഒന്ന് ദുബായ് അബുദാബിയിലും ഒന്ന് ഇന്ത്യയിലും അല്ലേ. അപ്പോൾ അവിടെ ഇവിടെ നിന്നിട്ടാണ് ഞങ്ങളിങ്ങനെ അവിടെ ചിക്കനാണ്, അവിടെ ചെമ്മീനാണ്. അപ്പോൾ എൻ്റെ മോനവിടെ നല്ല അടിപൊളി ഫുഡ് ഒക്കെ ഉണ്ടാക്കും. കബഡി വന്നാലും ഉണ്ടാക്കി തരലുണ്ട്. പക്ഷേ എന്താണെന്നാ സ്പെഷ്യലൊക്കെ ഇപ്പോൾ പഠിക്കണം നടന്നിട്ട്. ഞങ്ങളാണ്ട് പോകും, ഞങ്ങൾ 2 പേരും. അപ്പോൾ അവന് ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയി, അവിടെ നിന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ തക്കാളി ഇട്ട് ഉപ്പ് നേരിയതായിട്ട് ഇട്ടാൽ മതി. എനിക്ക് പാൽക്കപ്പൽ ഉപ്പ് നോക്കുന്നു, എന്നിട്ട് ഇട്ടാൽ മതി. അവന് കല്ലുപ്പാണ്, അപ്പോൾ കൂടുന്നത് നോക്കിക്കൊള്ളുന്നുണ്ട്. കുറച്ച് ഇട്ടാൽ മതി. കല്ലുപ്പാണ് ഇഷ്ടം. ഏറ്റവും കൂടുതൽ സ്വാദുള്ളതും വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്നതും കല്ലുപ്പാണ് കേട്ടോ. മറ്റേലൊക്കെ അയഡിനാണോ ഗോഡിനാന്നൊക്കെ പറഞ്ഞിട്ട് ഉപ്പാണോ മൈദപ്പൊടിയാണോ അരിപ്പൊടിയാണോ പൂളപ്പൊടിയാണോ എന്നൊന്നും അറിയില്ല. അങ്ങനെ വാരിട്ടാൻ പോലും ഉണ്ടാവില്ല. ചിലപ്പോൾ കാണാൻ ഓവറായിട്ട് വരും. ഇങ്ങനെയൊക്കെ ഒരു സംഭവം. ഞാൻ തിരി കുറച്ചിരുന്നു കൂടിയോ. ഈ ചീനച്ചട്ടി തന്നെയല്ലേ ഒരു 30-36 വർഷം 27 വർഷത്തോളം പഴക്കമുള്ള ചീനച്ചട്ടിയാണ്. ഒരുപാട് സ്റ്റോറികളുള്ള ഒരു ചീനച്ചട്ടിയാണ്. അതുകൊണ്ടാണ് ഒറ്റക്കാതനായിട്ട് ഞാൻ നടക്കുന്നത് കേട്ടോ. ഒരു കഥയേ ഉള്ളൂ, ഒരു കഥയില്ല. അപ്പോൾ ഇത് പറഞ്ഞാൽ എൻ്റെ എൻ്റെ ജീവിതം, ദാമ്പത്യ ജീവിതം സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ പാത്രങ്ങളൊക്കെ കൊണ്ടാട്ടോ. അത് വലിയൊരു കഥ ഉള്ള ഒരു ഇതാണ്. എന്ന് വെച്ചാൽ വിചാരിച്ച ആൾക്കല്ല പാകം ചെയ്യാൻ കിട്ടിയത്. ഇതൊരു ആണും പെണ്ണും 2 ലവർമാർ, പ്രണയ ജോഡികൾ ചാടിപ്പോയിട്ട് അവർ ജീവിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയ പാത്രങ്ങളാണ്. പക്ഷേ പെണ്ണ് എന്താ പറയുക, ഒരു മുസ്ലിമും ആണ് ഹിന്ദു ആയിരുന്നു. അപ്പോൾ പെണ്ണിനെ റെയിൽവേ സ്റ്റേഷനിൽ ഇട്ടിട്ട് കൂട്ടി അവർ പിടിച്ച് കൊണ്ടുപോയി. ആണ് ഇവിടെ എല്ലാം ഗുജറാത്തിലെല്ലാം സാധനങ്ങൾ സെറ്റപ്പാക്കി വെച്ചിരുന്നു. പാത്രങ്ങളെല്ലാം, വീട്, റൂം, ഇതൊക്കെ. അയാൾ ONGCയിൽ വർക്ക് ചെയ്യുന്ന ആളായിരുന്നു, അതായത് ഇന്ത്യൻ ഓയിലിൻ്റെ ഇതിൽ. അപ്പോൾ അയാൾക്ക് നല്ല പൈസ ആ കാലത്ത് 1 ലക്ഷത്തിൻ്റെ മേലുണ്ട് സാലറി. അപ്പോൾ മൂപ്പർ പല സാധനങ്ങൾ ഇങ്ങനെ വാങ്ങി വെച്ചിരുന്നു, കട്ടിലും ബെഡൊക്കെ ആയിട്ട്. ഒരു സ്റ്റോറിയാണേ. അപ്പോൾ എന്താ പറയുക, ചുരുക്കം പറഞ്ഞാൽ ഞാൻ പോയപ്പം പിന്നെ എനിക്ക് ജീവിതം വേണ്ടെന്ന് പറഞ്ഞാൽ കല്യാണം എന്ന് കഴിച്ചു. ഇത്രയും കാലമായിട്ട് ഞങ്ങൾ അറിവിൽ കല്യാണം കഴിച്ചിട്ടില്ല. അപ്പം അവരുടെ ഫ്രണ്ടാണ് എൻ്റെ ഇക്ക, അതായത് എൻ്റെ മകൻ്റെ ബാപ്പ.
മക്കളെ വാപ്പ. അപ്പോൾ മൂപ്പർക്ക് കല്യാണം കഴിച്ചിട്ട് നാട്ടിൽ നിന്ന് വരുന്നുണ്ട് എന്നപ്പം ഗിഫ്റ്റായിട്ട് ഞാൻ തരാൻ പറഞ്ഞിട്ട് ഒരുപാട് പാത്രങ്ങൾ വന്നു. ആ കൂട്ടത്തിലുള്ള ഈ ചട്ടി. അപ്പോൾ പാകം ചെയ്യാൻ നിൽക്കണേ യോഗം ഇന്ന് ഇന്ത്യയിൽ വന്ന് കിടന്നു. പറഞ്ഞോ പറയുമോനെ ഞാൻ പറഞ്ഞുതരാം. ഞങ്ങൾ ഇവിടെ വെച്ചിട്ട് തന്നെ ഫോണ് പോയി. ഉള്ളതുകൊണ്ട് നമ്മൾ ആദ്യം ചെമ്മീനെ കൊടുക്കുക. ചെമ്മീൻ ആദ്യം വേവുള്ളതുകൊണ്ട് ബിസ്മില്ല. അതായത് വേഗം ഇട്ട് കൊടുക്കുക ലാസ്റ്റ് അല്ല. ഓക്കെ. ഇപ്പോഴത്തെ ചെമ്മീൻ വേവില്ല. പണ്ടൊക്കെ നമ്മൾ എത്ര നേരം വേവിക്കണം. ഇപ്പം പണ്ടാരോ പറഞ്ഞ മാതിരി ഇപ്പോഴത്തെ കുട്ടികളെ മാതിരി തന്നെ ആയിപ്പോൾ മീനൊക്കെ എന്നാണ്. അന്ന് ഏട്ടൊക്കെ വേവിക്കാൻ എത്ര പോലെ നേരം വേവിക്കും ഏട്ടൊക്കെ. ഇപ്പം ഏട്ടാണ്ട് എന്തായാലും അപ്പോടെ കളഞ്ഞു. നോക്കട്ടെ. പറഞ്ഞോ. പാകത്തിന് ഇട്ടാൽ മതി. ഉപ്പ് സ്പൂണും പറയല് തന്നു. മാപ്പിളയും കുട്ടികൾ. അപ്പം ഞങ്ങൾ പാൽക്കപ്പ കണ്ട അത് കൊണ്ട് മാപ്പിളക്ക് കാണിച്ചു കൊടുക്കണ കാര്യത്തിൽ ഇത് വിളമ്പണമില്ല. അപ്പം ഞാൻ ഇതിൽ ബസ്സിൽ വിളമ്പോ കുറച്ചിട്ടാൽ ഇതിന് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാം. നല്ല ചൂടുള്ള പാൽക്കപ്പ ആൻഡ് ചെമ്മീൻ റോസ്റ്റാണ്. ഇനി ഇതൊന്ന് നമുക്ക് കഴിച്ചത് കാണിച്ചു കൊടുക്കണ്ടേ? അതൊക്കെ വേണ്ടേ? ചിക്കൻ കറി വേണ്ട എനിക്ക്. ഇതന്നെ മതി. ധാരാളം. ലൈറ്റൊന്നും ഇല്ല കേട്ടോ അവിടെ. വെളിച്ചം കാണില്ല. ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്നൊക്കെ പറയില്ലേ, അതാണ്. ട്രൈപ്പോഡുമൊക്കെ നല്ല ലൈറ്റ് ഉണ്ട്. പക്ഷെ അത് വെച്ച് പിടിച്ചൊക്കെ വരുമ്പോഴത്തേന് വീഡിയോ ചെയ്യുന്നതിൻ്റെ ഫ്ലോ നഷ്ടപ്പെടും. അതുകൊണ്ടാണ്. പിന്നെ നല്ല കട്ടച്ചായയിൽ എന്താ ഇട്ടിന്? ശർക്കര. അയ്യോ കുച്ച. അപ്പം ഞങ്ങൾ ശർക്കര ഇട്ടിട്ടാണ് ചായ ഉണ്ടാക്കിയത് കേട്ടോ. അതാ പോണു. അതല്ലാണ്. ഓക്കെ. അപ്പോൾ തിന്നാം. ഒന്നെടുത്തു. ഒരു എപ്പിസോഡ് എടുത്താൽ പോയി. അപ്പോൾ അതിൽ ചെമ്മീനിട്ട് കപ്പെടുത്ത് നമ്മളിത് പുതിയ വീഡിയോ അല്ലേ? ഒന്നും പറയാനില്ല. സൂപ്പറാണ്. ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. ബീഫും ചിക്കനും അല്ലാതെ ചെമ്മീൻ റോസ്റ്റായിട്ട് പാൽക്കപ്പൻ്റെ മോനോട് വളർത്തുന്നു കേട്ടോ. അപ്പോൾ അവൾക്കും അത് നോക്കിയാൽ പോയിട്ടാ. ഈ വീഡിയോ നോക്കിയാലും എനിക്ക് ഉണ്ടാക്കാം. ഓക്കെ. അപ്പോൾ ഓക്കെ. എല്ലാം ട്രൈ ചെയ്യട്ടോ. വീഡിയോ കമൻറ്റ് ചെയ്യുക.